ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് അടിപൊളി നരച്ച മുടിയുടെയാണ്. നിങ്ങൾ സാധാരണ ഉദ്ദേശിക്കുന്ന രീതിയൊന്നുമല്ല. ഒരു നല്ല നാച്ചുറൽ ഡൈ ആണ്. നിങ്ങൾ എപ്പോഴും നമ്മൾ പറയുന്ന രീതിയിലല്ലായിരുന്നു അത് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരുന്നത്. എന്താ ഏതിൻ്റെ കുഴപ്പമാണെന്നുള്ളത് നിങ്ങൾ ഡൈ ചെയ്യുമ്പോൾ നോക്കുക. അപ്പോൾ ആ നാച്ചുറൽ ഡൈ അടിപൊളി റിസൾട്ടാണ് ചേട്ടന് കിട്ടിയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താന്നുള്ളതാണ് തമ്പനയിൽ ഞാൻ കൊടുത്തേക്കുന്നത്. ആ ഒരു സാധനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഇരിക്കേണ്ടത്. അത് ഇത്ര നേരം വേണമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അപ്പം പിന്നെ നമ്മുടെ പാചകം എല്ലാം ഉണ്ട് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നരച്ച മുടിയുടെയാണ് കേട്ടോ. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചിനി ഇതുപോലെ തന്നെ ചെയ്യണം. വീണ്ടും ഞാൻ പറയുന്നത് ഉറപ്പ് റിസൾട്ട് കിട്ടിയോണ്ടാ കേട്ടോ. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആരാണെന്ന് അറിയത്തില്ല ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു, ചേച്ചി മുടിക്ക് അതിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ, സോറി മോളെ, താറാമുട്ട കുഴപ്പം എൻ്റെ പൊന്ന് ചക്കര മുത്ത താറാമുട്ട ഒന്നും എടുത്ത് തേക്കല്ല കേട്ടോ. കോഴിമുട്ട തന്നെ വേണം കേട്ടോ. കോഴിമുട്ടയുടെ വെള്ളം തന്നെ വേണം, വേറെ ഒന്നും തേക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം. അപ്പൊ ഇന്നും അതുപോലെ തന്നെ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഉപ്പുമാവാണ്. എന്നും ഇതൊക്കെ ഞാൻ മടുത്തു കേട്ടോ. നിങ്ങളും മടുത്തില്ലേ? നമ്മൾ ഇപ്രാവശ്യം എനിക്ക് ഡെവന്റെ ഇഷ്ടം കേട്ടോ. ഡെവന്റെ റോസ്റ്റർ റവയാണ് ഞാൻ മേടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഏതായിരുന്നു, ഡെവൻ അല്ലാത്തവരുണ്ടല്ലോ, ഡബിൾ ഹോൾസിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ലത്. ഒരുമാതിരി എത്ര അടച്ചിട്ടാലും വേകാത്ത പോലത്തെ ഒരു ഫീലിംഗ് അതിന് വരുന്നത്. നല്ല സൂപ്പറാട്ടോ. അപ്പം അതല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇനി പപ്പടോടെ കാച്ചാൽ മതി. അരി ഉഴുന്നൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. രാത്രിയിലെങ്കിലും സ്വസ്ഥതയുണ്ടല്ലോ. പിന്നെ കടലയും എടുത്ത് വെള്ളത്തിലിട്ടു. വൈകിട്ട് കടലക്കറിയും കൂടെ വെക്കാമല്ലോ. എന്നതാണ് എന്നും വെക്കുന്നത്? ദേഷ്യം വരും എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ മടുത്തേന്ന് പറഞ്ഞു. ചേട്ടൻ വൈകിട്ടാകുമ്പോ ഇന്ന് തന്നെ രാത്രിയിൽ ഞാൻ എന്തായാലും ഉപ്പുമാവോ അതാണ്. ചേട്ടൻ ചിരിക്കുമെന്നേ. ഞാൻ പറഞ്ഞു, ചേട്ടൻ തന്നെ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ ഉണ്ടാക്കി തരാം. ഒരെണ്ണം നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കും. ഇത് മടുത്തു. നമ്മൾ പലഹാരം വരുന്ന വെച്ചുകൊണ്ട് എടുത്തുകൊണ്ട് കൊടുക്കട്ടെ. ഇപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടോ. ഇനി നമുക്കൊരു മിക്സഡ് മെഴുക്കുവരട്ടി, വെണ്ടയ്ക്ക, ബീൻസ്, കോവയ്ക്ക എല്ലാം ഇട്ടൊരു മെഴുക്കുവരട്ടി. പിന്നെ നമുക്കൊരു അവിയൽ. പിന്നെ നമ്മൾ ഇന്നലത്തെ ചെമ്മീൻ കറി ഇരിപ്പുണ്ട്, ചെമ്മീൻ തീയല് കേട്ടല്ലോ. അപ്പൊ അടിപൊളിയാണിത് കണ്ടോ, പൊളിയാണേ. അപ്പൊ നമുക്ക് ചേന എടുത്തില്ലല്ലോ. ചേനയുണ്ട്, ചേനയുണ്ടെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ അങ്ങോട്ട് അവിയലിന് അങ്ങോട്ട് അരിയാവേ. അവിയലിനരിഞ്ഞ് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് മൊത്തം അരിഞ്ഞിട്ട് നമുക്ക് കാണാല്ലേ. വീഡിയോ നീണ്ടു. നമ്മുടെ ചേട്ടന് മൈലാഞ്ചിപ്പൊടിയും എന്തായാലും നീലാമ്പരിപ്പൊടിയൊക്കെ തേച്ച് നിർത്തിയേക്കും. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചി തേച്ചപ്പോ നല്ല ചുമന്ന കളറൊക്കെ ഒന്ന് നീലാമ്പരി തേച്ച് നിർത്തിയേക്കുക. എങ്ങനെ ഉണ്ടെന്ന് ഇന്നത്തെ വീഡിയോ അറിയാം കേട്ടോ. നോക്കാവേ എങ്ങനെ ഉണ്ടെന്നുള്ളതേ. അപ്പൊ ഇത് അരിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ അവിയലിന്റെ കഷ്ണമൊക്കെ ഞാൻ അരിഞ്ഞു കേട്ടോ. അരിഞ്ഞു. കഴിഞ്ഞ ഇടയ്ക്ക് അങ്ങാണ്ട് പുളിശ്ശേരിക്കാണോ അവിയലിനാണോ ഞാൻ ഓർക്കുന്നില്ല, ചേച്ചി മഞ്ഞപ്പൊടി ഇടത്തില്ലേ എന്നും ചോദിച്ച് കുറെ ആൾക്കാർ മെസ്സേജ് ഞാൻ ഇട്ടായിരുന്നു. അത് ക്യാമറയുടെ പ്രശ്നം എന്തുവാ, മഞ്ഞ കളർ ശരിക്കും കാണുന്നില്ലായിരുന്നു. സത്യം കേട്ടോ പറഞ്ഞത്. ഞാൻ മഞ്ഞപ്പൊടി ഇടാത്ത അവിയലും പുളിശ്ശേരി ഇല്ലല്ലോ, മഞ്ഞപ്പൊടി ഇടും കേട്ടോ. ഇപ്പൊ ദാ പിരിയമുളക് കൂടി ഇട്ടു. ഇച്ചിരി വെള്ളം ഒഴിച്ച്, ശക്കലം വെള്ളം ഒഴിച്ച് കേട്ടോ. കഷ്ണം വേകാന് വെള്ളം ഇതിനകത്ത് നൂറി അറിഞ്ഞ് വരുമല്ലോ നമ്മുടെ അവിയലിന്റെ കഷ്ണത്തിൽ നിന്ന്. പ്രത്യേകിച്ച് നമ്മുടെ ചേന, വെള്ളരിക്ക എല്ലാത്തിനകത്തും വെള്ളമയമാണുള്ളത്. ഇനി നമുക്ക് നമ്മുടെ അടുപ്പങ്ങ് കത്തിച്ചേക്കാം. അപ്പൊ ചേന അവിയലിന് ഞങ്ങൾ സാധാരണ പുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത് കേട്ടോ. ഞങ്ങളൊക്കെ പുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. അതേസമയം ചക്കക്കുരു, മുരിങ്ങയ്ക്കയും വെള്ളരിക്കയും പടവലങ്ങയും മാത്രമുള്ള അവിയലാണെന്നുണ്ടെങ്കിൽ മാങ്ങിയിട്ടാണ് ഞങ്ങൾ വെക്കുന്നത്. ഇത് പുളിയിട്ടാണ്. ഇനി നമുക്ക് മിക്സഡ് മെഴുക്കുവരട്ടി. അവിയലിന്റെ അരപ്പരച്ചില്ല, തേങ്ങ തിരുമ്മി വെച്ചു. ഇതിനകത്തോട്ടാണ് അവിയലിന് മഞ്ഞപ്പൊടി ചേർക്കുന്നത്. പിന്നെ ശകലം ജീരകവും ചുമന്നുള്ളിയും കൂടെ ചതച്ചെടുത്തോണ്ട് വരാം കേട്ടോ. പിന്നെ അതിനൊപ്പം നമ്മുടെ മെഴുക്കുവരട്ടിയും കൂടെ അറിഞ്ഞുകൊണ്ട് വരട്ടെ. നമ്മുടെ അവിയൽ വേകുന്ന സമയം കൊണ്ട്
നമുക്കേ മെഴുക്കുവരട്ടിക്കോളാം. നമുക്കിനകത്തോട്ട് അരിവിടാം. ഇതെന്റെ പഴയ മുള കേട്ടോ. ഇനി ആൾക്കാരെല്ലാം കൂടെ എന്നെ ഒന്ന് പുകയ്ക്കല്ലേ. ചേച്ചിയുടെ മുള എന്നാ മുള ചേച്ചി ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ ഇതാക്കല്ലേ എന്റെ പിള്ളേരെ. ഞാൻ പാവാണേ. എന്നെ ആരും ഒന്നും പറയല്ലേ, അയ്യോ എന്നെ തല്ലല്ലേ എന്ന് പറയുന്ന പോലെ, അയ്യോ അച്ഛാ തല്ലല്ലേ, എത്ര തന്നെയാലും നന്നാവത്തില്ല എന്ന് പറയുന്ന പോലെയാണ് എന്റെ കാര്യം അല്ലേ. പുതിയ മുഖം വെച്ചിട്ട് പഴയ മുഖം. ഇപ്പൊ പഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളൊക്കെ പഴയതായിപ്പോയില്ലേ. നമ്മളൊക്കെ ഇനി ആർക്ക് വേണം അല്ലേ. നമ്മളൊക്കെ ചുമ്മാ ജീവിക്കുമല്ലേ, നമ്മളെയൊന്നും ആർക്കും വേണ്ടത്. ശരിയല്ലേ പറഞ്ഞേ. പിന്നെ നമ്മളെ വേണ്ട ഒരാളുണ്ട് കേട്ടോ, നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണം കേട്ടോ. നമ്മുടെ മക്കളൊക്കെ വെറുതെ ആയിരിക്കുമല്ലേ, ചുമ്മാ സ്നേഹമൊക്കെ ഉണ്ടോ ദൈവത്തിനറിയാം. ചിലപ്പോ ഈ ജയചേച്ചി പറയും ഭയങ്കര സ്നേഹം മറ്റും അല്ലേ. സ്നേഹമൊക്കെ കാണും കേട്ടോ, നമുക്കൊന്നും അറിയത്തില്ല. എല്ലാവർക്കും അവന് ശരിക്കും പറഞ്ഞ നമ്മൾ മാത്രമേ ഉള്ളതേ നമുക്ക്. ഇതാ ഒരാൾ കഞ്ചാമരം പിടിച്ചോണ്ട് പോകുന്നു. ചൂല് വലിയൊരു പണിയാണ് നമ്മുടെ വീട്ടിലെ കേട്ടോ. ചൂല് വെച്ച് തൂക്കും അല്ലേ അമ്മ അല്ലേ. നിങ്ങളുടെ രാജു പണിയൊക്കെ ചെയ്തിട്ട് പോകുന്നു, കഞ്ചാമരവും പിടിച്ച്. ഭയങ്കര ഒരു പണിയാണ് കേട്ടോ. വീടിനകം മൊത്തം അടിച്ചു വാരി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഫുള്ള് അടിച്ചു വാരി ഭയങ്കര ഇതാണ്. വിചാരിക്കും കൈയെങ്കിലും അനങ്ങിക്കോട്ടെ. കൈയും കാലും ഒക്കെ കൊച്ചു ആവല്ലേ, അപ്പൊ കൈക്കും കാലും ഒക്കെ ഒരു ചലനം വേണ്ടേ. അതുകൊണ്ട് ചെയ്തോളം പറയും, തൂത്തോളം പറയും. രസവാ. നല്ല കൊച്ചുനാളിലെ ഭയങ്കര വൃത്തിക്കുഞ്ഞമ്മയായിരുന്നു കേട്ടോ. വീട് ഞങ്ങളെ നോക്കാനും ഇതുപോലെ സമർത്ഥ ലോകത്താരും കാണത്തില്ല, അതുപോലെ സമർത്ഥയായിരുന്നു. പക്ഷേ ഇപ്പൊ എന്നോട് പറയണേ, എടി ഞാൻ അറിയത്തില്ലേ എന്ന് വെച്ചാൽ ചോദിച്ചിപ്പോ. ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ അങ്ങ് അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി. പ്രായം അതാണല്ലോ. അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നില്ലെങ്കിലുണ്ടല്ലോ വല്ലവരും തട്ടിക്കൊണ്ട് പോയെങ്കിലേ. ഇവിടെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങളെല്ലാം അറിയണ്ടേ. രാവിലെ എല്ലാ പണിയും പണി എന്ന് പറഞ്ഞാൽ സ്വന്തം പണികള് അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ചോദിക്കുന്നവരെ ഇന്ന് അഭിനയിക്കാൻ എന്നതാ ഉള്ളതെന്ന്. ഞാൻ കണ്ണും തള്ളി ഇരുന്നു പോയി. ഇന്ന് എന്താ അഭിനയം ഉള്ളതെന്ന്. അവിടെ വരെ ആയി കേട്ടോ. അഭിനയിക്കണം ഇപ്പൊ എപ്പോഴും കണ്ടോ. എപ്പോഴും ഇപ്പൊ അഭിനയിച്ചോണ്ടിരിക്കണം. ഇനിയിപ്പൊ ലാസ്റ്റ് എന്നെ തട്ടി മാറ്റിയിട്ട് ഒരു നായകനെ കൊണ്ട് കൊടുക്കാൻ പറയുമോന്നാണ് എന്റെ ഒരു ധാരണ. കണ്ടോ നിങ്ങൾ കേക്ക് മറയത്തിരുന്നാ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പോകായിരുന്നു. എവിടം വരെ പോയെന്ന് നോക്ക്. എന്താന്നറിയാവോ, വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ തോന്നലൊക്കെ തോന്നുന്നത്. ഒരു പണിയില്ലാത്തപ്പോഴത്തേക്ക് ഓർക്കും നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാന്ന്. ഇന്നലെ കേൾക്കണോ, ഇന്നലെ നമ്മൾ എന്നെ അമ്മ അഭിനയിച്ചേ. ഇന്നലെ നമ്മള് മറ്റേ ഷോർട്ട് അഭിനയിച്ചില്ലേ, നിങ്ങൾ കണ്ടല്ലോ. ആ ഷോർട്ട് അഭിനയിച്ച ഞാൻ പറഞ്ഞു അയ്യോ അമ്മ എന്തോന്ന് വിളി കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്തോ ഇങ്ങനെ വലിയ ഇതായിട്ടാ നല്ല സന്തോഷത്തിൽ. ഞാൻ പറഞ്ഞു ഇച്ചിരി ദേശത്തിൽ എന്തോന്ന് വിളി കേൾക്കണം. ഞാൻ പല പ്രാവശ്യം അമ്മയെ എഴുന്നേപ്പിക്കുമല്ലേ അവിടുന്ന്. ഇച്ചിരി ദേശത്തിൽ എന്തോ ഞാൻ ഇത് കാണിച്ചു ഈ എന്തോ വിളി കേട്ടോന്ന്. അപ്പൊ എന്നോട് പറയാം എത്ര സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്നത് 7 മണി കഴിഞ്ഞപ്പം 7:30 ആകാറാതെ വൈകിട്ട് രാത്രിയില്. അത് കഴിഞ്ഞില്ല നമ്മൾ ആ വീഡിയോ ഇട്ടെ. അപ്പൊ എന്നോട് പറയണേ എടി എന്നാ നമുക്ക് ഒന്നുകൂടെ അഭിനയിക്കാന്ന്. കാലത്തിന്റെ പോക്കെന്നോ നിങ്ങളൊക്കെ ഒന്ന് ഓർത്തെ. ഞാൻ പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു. ബാക്കിയോളാൻ ഇപ്പഴവിടെ കുത്തിപ്പിടിച്ചിരുന്നതെന്ന് പറഞ്ഞു. ഓടിക്കോളാൻ പറഞ്ഞു. കേക്കോ എല്ലാരും കേക്ക്. ചിലരൊക്കെ പറയാം അമ്മയിട്ട് അങ്ങനെ കാണിക്കാം ഇങ്ങനെ കാണിക്കാം. ഒന്നുമല്ല കേട്ടോ, അമ്മയുടെ സ്വന്തം ഇഷ്ടം അതൊക്കെ. ഞാൻ പറയുന്ന എല്ലാം എന്റെ അമ്മ കേൾക്കും. പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത് അല്ലേ. അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ അമ്മ ചെയ്യുമോ? ഇല്ല. അതുകൊണ്ട് അമ്മയുടെ ഇഷ്ടം കേട്ടോ. എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ. അമ്മയുടെ ജീവിതത്തിൽ ലാസ്റ്റത്തെ പ്രാവശ്യം ഇതായിരുന്നു അമ്മയ്ക്കുള്ള സന്തോഷം അല്ലേ അമ്മ? ഉണ്ടോ? എന്ത് ചെയ്യാനാന്ന് പറ. മനുഷ്യരൊക്കെ ഓരോ മാറ്റങ്ങൾ വരുന്നത് വയസ്സായപ്പാണ്. എത്ര വയസ്സായപ്പോ 80 കഴിഞ്ഞ് 81 ആയപ്പോ അമ്മയുടെ മാറ്റം കണ്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ ആവും. പലരും പല രീതിയാട്ടോ. ചിലവർക്ക് ചുമ്മാ കുത്തി ഇരിക്കാൻ വേണ്ടിട്ട് തോന്നും. ഇത് ചുമ്മാ കുത്തി ഇരുന്നിട്ട് ചൊറിയുന്നു. ചൊറിച്ചില് ദേഹത്തെ എല്ല് കുത്തുന്നു അല്ലേ? ആന്നോ
ഞാൻ അഭിനയിപ്പിക്കാന്ന് എന്തെങ്കിലും എന്റെ പ്രശ്നം, കൂടുതൽ അഭിനയിക്കാൻ പറഞ്ഞാൽ കൂടുതൽ അഭിനയിക്കും. പക്ഷെ നമുക്കതിന് സമയം കിട്ടുമോ? നമുക്ക് അടുക്കള ജോലി ചെയ്യണം, ടിപ്സ്. ഇന്നാണെങ്കിൽ ഒരാളെ തേച്ചിരുത്തിയേക്കുമായിരുന്നു, അത് വരണം. അത് വിജയിച്ചു കേട്ടോ, അത് വിജയിച്ചു. അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ വിജയിച്ചതിന്റെ മാത്രമേ കറുത്ത മാത്രം എടുത്തുള്ളൂ. മറ്റേ ഡൈ ചെയ്ത് ഞാൻ ഓർത്തെ എല്ലാരും പറയുന്നില്ലേ നാച്ചുറൽ ചെയ് ചേട്ടനെ അത് ജയിച്ചാൽ പോരായിരുന്നു എന്ന്. അപ്പം ശരിയാ, നിങ്ങളൊക്കെ പറഞ്ഞ ശരി. അമ്മ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം, നാച്ചുറൽ ഇത്തവണ ചെയ്യാന്ന് പറഞ്ഞു. അതിനെല്ലാം മേടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു കുറച്ച് മെനക്കേടുണ്ട്, കുറച്ച് നേരം 2 പ്രാവശ്യമായിട്ടൊക്കെ ചെയ്യണം, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അതിന് പിന്നെ അതൊക്കെ ഒന്നും പ്രശ്നമൊന്നുമല്ല, ഒരു പ്രശ്നമില്ല, ഞാൻ എത്ര നേരം വെളിയിലിരിക്കാന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ. നോക്കിയപ്പോ എന്താ അത് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലായല്ലോ, സൂപ്പർ ആട്ടോ. നിങ്ങൾക്കൊക്കെ ചിലവർക്കൊന്നും നീലമണി ഇട്ടിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറയില്ല. അതിന്റെ ഗുഡൻസ് പറഞ്ഞുതരാം കേട്ടോ, ഗുഡൻസ് എന്ന് പറഞ്ഞുതരാം നിങ്ങളോടെ. ഇനിയിപ്പൊ എന്റെ ഒന്നും ശരിയാവും തോന്നില്ല അല്ലേ? ശരിയാവോ? മുഴുവൻ ചുമന്നിരിക്കുമായിരിക്കും, ചുമന്ന് ഉടനെ തന്നെ നെറ്റിടണ്ടേ. അപ്പം മിക്കവാറും അതിടാഞ്ഞിട്ട് തന്നെ എന്ന് പോവാ ജലദോഷവും. ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേച്ചി കോൾഡാണോ ചേച്ചി, സുഖയില്ലേ ചേച്ചി. ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ അവരോടൊക്കെ എനിക്ക്, കേട്ടല്ലോ. എല്ലാവരോടും വളരെ 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 താങ്ക്സ്. ചോദിച്ചതിന് എന്റെ ഒത്തിരി നല്ല പഴയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നാക്ക് ഉളുക്കുന്നു, ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് എന്റെ നാക്കൊക്കെ ഉളുക്കുന്നത്. അപ്പൊ നമുക്ക് അത് മുതുക്കിയ, ഇത് രാജുവിനെ പോലെ പ്രായമുള്ള വെണ്ടയ്ക്കാണ്. കണ്ടാ തോന്നില്ലേ? അമ്മയെ കണ്ടാ തോന്നുവോ ഇത്രയും പ്രായം ഉണ്ടെന്ന്? എന്നെ കണ്ടാ തോന്നുവോ? പൊക്കയില്ലല്ലോ. ആ എന്ന് പറഞ്ഞാല് നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുപോലാണ്. ഇതാ മുതുക്കിയ, കണ്ടോ? മുതുക്കിയേ മുതുക്കിയ. അപ്പം നമുക്ക് അടുത്തതിലോട്ട് പോകാവേ. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടിയെ ഞാൻ ഒന്ന് അടച്ചിട്ടുള്ളൂ. നമ്മുടെ മൂത്ത ചേച്ചി പറഞ്ഞിട്ടുണ്ട്, മെഴുക്കുവരട്ടി ഇങ്ങനെയുള്ള തോരനൊക്കെ അടച്ചൊത്തിരി ഇട്ടാൽ അതിൻ്റെ പച്ചപ്പ് കളയും പോവും. സത്യമാട്ടോ, അവളുടെ തോരനൊക്കെ എന്നാ ടേസ്റ്റാണെന്നറിയാമോ? പച്ചപ്പൊന്നും പോത്തില്ല. അവൾ പറഞ്ഞ കറക്റ്റാ. ഞാൻ എപ്പോഴും അവളോട് പറയും, ഈ നിൻ്റെ തോരനും ഇതൊക്കെ പച്ചക്കളർ, ഈ എൻ്റെതാണെങ്കിൽ ഉണക്ക കളർ, ഈ എന്തൊരു കളിയാണ്. പിന്നെ ഞാൻ അതുപോലൊക്കെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെതും അങ്ങനെയൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അവിയൽ എവിടം വരെയായി നോക്കട്ടെ, നമുക്ക് ഇളക്കി കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ അവിയലിന് അരപ്പെല്ലാം ഇട്ട് ചേർത്തു. കണ്ട മഞ്ഞക്കളറില്ലേ? ഇനി നിങ്ങൾ എന്നോട് പറയുന്നു മഞ്ഞക്കളറില്ല കേട്ടല്ലോ. പറഞ്ഞോ കേട്ടോ, ഇല്ലാത്തൊക്കെ പറഞ്ഞോണം അല്ലേ. ഇനി ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ വെച്ചാൽ നല്ല സൂപ്പർ അവിയലാട്ടോ. മെഴുക്കോട്ടെ അങ്ങനെ ആകുന്നേ ഉള്ളേ. നമ്മൾ ഉച്ചക്കലത്തെ പാചകത്തിനിടെ തന്നെ അരി ഉഴുന്നും കൂടെ അങ്ങ് അരച്ച് വെച്ചു. അപ്പോൾ ഉച്ച വരെയുള്ള എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ടിപ്സ് പറയാം. അപ്പോഴേ ഇന്ന് ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ ചേട്ടന് എൻ്റെ ഒരു കെമിക്കല്, ഞാൻ എല്ലാവരും കെമിക്കൽ എന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ 2 ദിവസമായി ഇന്നലെ ഞങ്ങൾ മൈലാഞ്ചിപ്പൊടിയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചു. അപ്പം ചേട്ടൻ അധികം ഒത്തിരി ഇതായിട്ടില്ലല്ലോ, കാരണം എന്നാന്ന് പറഞ്ഞാൽ മുടി അറിയില്ലാത്തതുകൊണ്ട് നര ഒത്തിരി എടുത്തങ്ങോട്ട് ഇതാവുന്നില്ല, കുറച്ചൊക്കെ അറിയാം. അതപ്പം ചുമന്നിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റേ നീലയമരിയുടെ പൊടി പറയാം, എങ്ങനെയാണെന്ന് പറയാം, അതെല്ലാം ചെയ്തു. എന്താണേലും സൂപ്പറായി, ബ്ലാക്ക് കളറായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ എടുത്തതൊന്നും കുടിച്ചോ, എന്നാണേലും പെരട്ടിയതൊന്നും അടുത്ത പ്രാവശ്യം പെരട്ടുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. കാരണം ഇത് ഇതാവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാതെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്താണേലും ഇനി ഇത് തന്നെ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലേദിവസം തന്നെ മുടി നന്നായിട്ട് ഒരു തരി ഓയിൽ നിങ്ങളുടെ മുടിയെ കാണരുത് കേട്ടോ. ഇത് സൂപ്പറാ കേട്ടോ, ഇങ്ങനെ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവേ. അതിനകത്തൊരു ട്രിക്ക് ഉണ്ടേ. എല്ലാവരും നീലയമരി പെട്ടെന്ന് എടുത്ത് വെക്കുമല്ല, അങ്ങനല്ല. ഞാൻ അതൊക്കെ ട്രൈ ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അതാണ് നിങ്ങളുമായിട്ട് ഇപ്പൊ ഷെയർ ചെയ്യാൻ വന്നത്. മുടി നന്നായിട്ട് തലേദിവസം ഓയിലെല്ലാം കളഞ്ഞ് ഷാമ്പു ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണങ്ങി കഴിയുമ്പോൾ അന്ന് വൈകിട്ട് തന്നെ നമ്മുടെ മൈലാഞ്ചിപ്പൊടി
നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ വീട്ടിൽ ഉണക്കിപ്പൊടിച്ചാണ് അടിപൊളിയാ കേട്ടോ. ഞാന് പൂജാദ്രവ്യ കടയിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള മൈലാഞ്ചിപ്പൊടിയാണ് മേടിച്ചേക്കുന്നത്. അത് ഒന്ന് ആവശ്യത്തിന് മൈലാഞ്ചിപ്പൊടി എടുക്കുന്നു, ഒരു മുറി നാരങ്ങയുടെ നീര് അതിനകത്തോട്ട് ഞെക്കിപ്പിഴിയുന്നു, പിന്നെ നമ്മുടെ കട്ടൻ ചായ വെള്ളം നല്ല കലക്കി നല്ല ഇതായിട്ട് അതെല്ലാവർക്കും അറിയാലോ, ഇച്ചിരി തിളപ്പിച്ച് കുറച്ച് ഒരു ഗ്ലാസ് ആണെങ്കിൽ 3/4 ഗ്ലാസ് ആക്കി വെച്ച് തിളപ്പിച്ച് മാറ്റി വെക്കുന്നു. ചൂടാറിയതിന് ശേഷം ഇത് ഒന്നിച്ച് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇരുമ്പ് ചീനച്ചട്ടിയിൽ തലേദിവസം ആക്കി എല്ലാം റെഡിയാക്കി വെക്കുന്നു. പിറ്റേ ദിവസം മുടി അപ്ലൈ ചെയ്യുന്നു. നന്നായിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മുടിക്കൊരു എന്തായിരുന്നു, ഒരു കട്ടൻ ചായയുടെ കളറാണ് ചേട്ടന്റെ മുടിക്ക് വന്നു കേട്ടോ. അല്ലാണ്ട് ഓറഞ്ച് കളറോ ഒന്നുമല്ല, നല്ല കട്ടൻ ചായയുടെ കളർ വന്നു. കളർ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ എൻ്റെ മുടി ഇനി ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞിട്ടാ ചെയ്തത്. നല്ല ക്ഷമ വേണം, അല്ലാതെ ഒന്നും ഒരു രക്ഷയില്ല, പെട്ടെന്നൊന്നും ആവത്തില്ല. പിറ്റേ പ്രാവശ്യം നീലേമരി ഇട്ടതിന് ശേഷം ആവത്തുള്ളെന്ന് പറഞ്ഞു. എല്ലാം ഓക്കെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കെമിക്കലിനും എത്രയോ നല്ലതാ അല്ലെ, പിടിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ചെയ്തതൊക്കെ ഞാൻ പറഞ്ഞ ചെയ്യാം, അതെല്ലാം നല്ല എഫക്റ്റീവായി. പക്ഷെ അതിൽ സൂപ്പറായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പളേ ഇത് ചുമന്ന് വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ കഴുകുന്നതുണ്ടല്ലോ 2 മണിക്കൂർ ഇരിക്കണം കേട്ടോ. ഇത് കഴുകുന്നതല്ല, പുരട്ടിയിട്ട് 2 മണിക്കൂർ ഇരുന്നതിന് ശേഷം ഷാമ്പു ഒന്നുമിടല്ല, വെറും വെള്ളത്തിൽ മാത്രമേ കഴുകാവുള്ളൂ. പിന്നെ പിറ്റേ ദിവസം, അതായത് മുടി നന്നായിട്ട് ഉണങ്ങിയെന്ന് തോന്നുവാണ് അന്ന് തന്നെ ചെയ്യാം കേട്ടോ. ഞങ്ങൾ പക്ഷെ പിറ്റേ ദിവസമാണ് ചെയ്തത്, ഇന്നാ ചെയ്തത്. ഇന്ന് നീലയമരി എന്നാ ചെയ്യണം, നീലയമരി ഈ ഹെന്ന പൗഡർ എടുത്ത് അത്രയും തന്നെ നീലയമരി നിങ്ങൾ എടുക്കുക. അതിനകത്തോട്ട് ഒരു നുള്ള ഉപ്പിടണം. എന്നിട്ട് പച്ചവെള്ളത്തിലാട്ടോ, ചെറിയ ചൂടുവെള്ളത്തിലല്ല. വേറെ ഒരു ടിപ്സ് പറഞ്ഞ ചെറിയ ചൂടുവെള്ളത്തിൽ ചെയ്യായിരുന്നു, ഇത് പച്ചവെള്ളത്തിൽ തന്നെയാണ്. ഒരു നുള്ള ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു നുള്ള ഉപ്പ് ഇങ്ങനെ ഇടുന്നു. ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് 2 മണിക്കൂർ വെച്ചേക്കണം. അപ്പൊ ഈ നീലയമരിയുടെ കളർ ഒരു വയലറ്റ് കളർ വരും കേട്ടോ, ഒരു നല്ലൊരു കളർ. 2 മണിക്കൂർ, അതാണ് ഏറ്റവും മെയിൻ കാര്യം കേട്ടോ. നീലയമരി 2 മണിക്കൂർ മിക്സാക്കി വെച്ചേക്കണം. അതുകൊണ്ടാണ് ഇത്രയും ബ്ലാക്ക് ആയത് കേട്ടോ. വെച്ചിട്ട് തലയില് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നു. ചെയ്ത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ ഇരിക്കണം. ഇടയ്ക്ക് പറഞ്ഞു ഇത്രയും നേരം വേണമെന്നൊക്കെ, പക്ഷെ കഴിഞ്ഞപ്പോ നല്ല സന്തോഷായി. ഇത്രയും 2 മണിക്കൂർ വീണ്ടും ഇരുന്നിട്ട് വെറും വെള്ളത്തിൽ, ഷാമ്പു ഉപയോഗിക്കുകയേ ചെയ്യരുത്. മറ്റുള്ളതിനെല്ലാം ഷാമ്പു തന്നെ കഴുകണമെന്നല്ല, ഇത് ഷാമ്പുവേ വേണ്ട, ഷാമ്പു ഉപയോഗിക്കരുത്. വെറും വെള്ളത്തിൽ കഴുകുക. ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഷാമ്പു ഇട്ട് കഴുകിയാൽ മതി. അതുവരെ മുടിയെ നല്ല തിക്കായിട്ട് പിടിച്ച് നല്ല കറുത്ത കളറിൽ തന്നെ ഇരിക്കും. ഞാൻ കാണിച്ചു തരാം. ചേട്ടന് ഇവിടെ ഒന്നും അന്ന് ചെയ്തതിന്റെ ഇവിടെ ഒന്നും ആയിട്ടില്ലായിരുന്നേ, പക്ഷെ ഞാൻ അങ്ങ് തേച്ചു. ഏറ്റവും നന്നായിട്ട് ഇവിടെ ആയിരുന്നു ഫുള്ള് നരയായത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ കൂടുതൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞപ്പം കറക്റ്റായിട്ട് കറത്തു. അപ്പൊ നിങ്ങളെല്ലാം ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണം. നീലയമരി എത്ര നേരം ഇരിക്കണം മിക്സ് ആക്കിയിട്ട്? 2 മണിക്കൂർ. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കലക്കിയിട്ട് വീണ്ടും എടുത്തു പറയുന്ന 2 മണിക്കൂർ. സാധാരണ എല്ലാ ടിപ്സിനകത്ത് നീലയമരി എടുക്കുന്നു, പെരുതാക്കുന്നു, ഇരിക്കുകയോ വേണ്ട, പക്ഷെ ഇരുത്തണം 2 മണിക്കൂർ. അപ്പൊ ഒരു നല്ല വയലറ്റ് കളർ വരും. അപ്പൊ ചെയ്യണം, തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. ഞാനിപ്പോ കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തന്നിട്ട് വീഡിയോ നിർത്താവേ. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ. ഇന്ന് ഞങ്ങൾ ചെയ്ത നീലയമരി മൈലാഞ്ചിയും കൂടെ ചെയ്തതിന്റെ സൂപ്പറായിട്ടുണ്ട്. ഇവിടെ നല്ല മീശയും ചെയ്തു കേട്ടോ. മീശയും ചെയ്തു. എന്നാണേലും നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു അല്ലേ, അടിപൊളിയായി. അപ്പൊ കണ്ടല്ലോ നിങ്ങൾക്ക് ഇതായല്ലോ. ഇനി അടുത്ത പ്രാവശ്യം കാണിക്കുമ്പോ ഞാൻ ചെയ്യുന്ന കാണിച്ചിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.